ഹായ്, ഇതാണ് എൻ്റെ പുറയിൽ കാണുന്നതാണ് കനേരി കേവ്സ്. ഏകദേശം 5000 വർഷം പഴക്കമുള്ള ഒരു കേവ്സാണ്. മുംബൈ മഹാനഗരത്തിലെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു ഗുഹയാണ്. അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. ഫുൾ വീഡിയോ കാണിക്കാം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ കനേരി കേവ്സിൻ്റെ പുറത്തുള്ള വീഡിയോ ഷൂട്ടിങ്സാണ്. ഇതെല്ലാം അവിടുത്തെ പണ്ട് കാലത്ത് കല്ലിൽ നിർമ്മിച്ചതാണ്. ഇതൊക്കെ കണ്ടില്ലേ? ഇതാണ് കേവ്സിൻ്റെ ഗുഹയുടെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. അപ്പം അകത്തോട്ട് പോകാം. മുന്നോട്ട് പോവാം. ഇതാണ് അതിൻ്റെ ഏരിയൽ വ്യൂസ്. ഔട്ട്സൈഡിലുള്ള വ്യൂസാണ് ഈ കാണുന്നത് എല്ലാം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന് അകത്തുള്ള കനേരി കേവ്സ്. 4500-5000 വർഷം പഴക്കമാണ് കണക്കാക്കുന്നത്. ഈ ഗുഹയാണ് ഒരു ഗുഹാക്ഷേത്രം കൂടാണ്, ബുദ്ധ ക്ഷേത്രം കൂടാണ്. ഉള്ളിലോട്ട് പോകാം. അടുത്ത വീഡിയോ ആയി. കനേരി കേവ്സിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഒത്തിരി പബ്ലിക്സ് ഉണ്ട്. ഏകദേശം ഒരു 1000-ലധികം പബ്ലിക് ഇവിടെ 1 മണിക്കൂറിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒത്തിരി ഗുഹാശില്പങ്ങളൊക്കെ ഉണ്ട്. അകത്തോട്ട് വീഡിയോ കിട്ടുമെന്നറിയില്ല, എങ്കിലും കാണാം. മറിക്കേ ഇതിൻ്റെ വലിയൊരു മലയുടെ മുകളിലാണ്. അതിൻ്റെ മുന്നിലുള്ള ഇതാണ് ഈ കാണുന്ന വനമാണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കാണ് ഇതൊക്കെ മറ്റ് റെസ്റ്റ് സെൻറ്ററും അങ്ങനെയൊക്കെയാണിത്. അതായത് റോഡ് നിരപ്പിൽ നിന്ന് 3.5 കിലോമീറ്റർ മുകളിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗുഹാക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ് പിക്ചർ മാത്രമേ ഉള്ളൂ. കേവ്സിലെ ബുദ്ധ വിഹാരങ്ങളിൽ ഒന്നാണ്. ഇതാണ് അവിടെ ബുദ്ധ വിഹാരങ്ങളെ കണ്ടില്ലേ? പൂർണ്ണമായി കല്ലിൽ കൊത്തിയ ഒരു ശില്പമാണിത്. ഇത് ശിവലിംഗമാണ്. ഇത് 5000 വർഷം പഴക്കമുള്ള ശിവലിംഗം. അതിൻ്റെ പുറത്തെ കൊത്തുപണികളാണ് ഈ കാണുന്നത്. പഴയ കാലത്തെ കല്ലുകൊണ്ട് കൊത്തിയതാണ് ഇതൊക്കെ. ഇത് റെസ്റ്റ് പ്ലേസാണ് പറഞ്ഞത്. ഇതാണ് കനേരി ഗുഹ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആൾക്കാർക്ക് ഇറങ്ങാനുള്ള വഴികളുണ്ട്. ഇത് ബുദ്ധ വിഹാരമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് താഴോട്ടുണ്ട്, ഭൂമിക്കടിയിലോട്ടുണ്ട് അല്ല. ഇതാണ് കനേരി കേവ്സിൻ്റെ വേറൊരു വശമാണ്. അത് കുഴപ്പമില്ല അവരിക്കുന്നതിൻ്റെ. ഇത് മുന്നോട്ട് കയറുവാണ്. അപ്പോൾ അതിൻ്റെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാണുന്നത്. പബ്ലിക് റഷ് ആയതുകൊണ്ട് പൂർണ്ണമായി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഇതാണ് 5000 വർഷം പഴക്കമുള്ള ഒരു ഗുഹയാണ്. അതിൻ്റെ കൊത്തുപണികളാണ് കാണുന്നത്. അപ്പോൾ ഇത് ശ്രീബുദ്ധൻ്റെയാണ് ശില്പങ്ങളാണിത് കാണുന്നത്. ശരിയായിട്ട് പറഞ്ഞാൽ മുംബൈ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു സ്പോട്ട്സ് ആണ് ഇത്, കനേരി ഗുഹ എന്നത്. ഇപ്പോൾ ഗുഹയ്ക്ക് അകത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ശ്രീബുദ്ധൻ്റെ 5000-ലധികം വർഷം പഴക്കമുള്ള ബിംബമാണ്. കരിങ്കല്ലിൽ കൊത്തിയ ശിലകൾ. ഓരോ തൂണുകൾക്കും ആയിരക്കണക്കിന് വർഷം കൂടെ കഥ പറയാനുണ്ട്. ഇവിടെ അകംവശമാണ് തൂണുകൾ കണ്ടില്ലേ? കനേരി കേവ്സിൻ്റെ കനേരി ഗുഹയുടെ അകത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ ഗുഹയുടെ വേറൊരു സൈഡാണ്. ഇത് പൂർണ്ണമായി പഴയ കല്ലിൽ കൊത്തിയതാണ്. ഞാനിവിടെ ഗുഹയ്ക്കകത്ത് വന്നു. അതിനകത്ത് കണ്ടില്ലേ കൊത്തുപണികളിൽ തീർത്ത. ഇപ്പോൾ വെയിലായതുകൊണ്ട് എനിക്ക് മൊത്തമായിട്ട് ഇവിടെ ക്ലിയർ ഇമേജ് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലെ മാത്രമേ കാണുള്ളൂ. ഇതാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇതാണ് കൊത്തുപണി ശില്പമാണ്, കൊത്തുശില്പമാണ്. ഇതാ
എന്ത് നല്ല കൊത്തുപണികളാണ്, വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടാണിത്. ഇതാണ് എൻ്റെ മൊത്തം പുറത്തു നിന്നുള്ള കാഴ്ച. ഇത് ഔട്ട് സൈഡ് വ്യൂസാണ്. ഇത് പുറം വശത്തിൻ്റെ വേറൊരു സൈഡാണ്, ഉള്ളിലോട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട് സൈഡ് വ്യൂസാണ്. കനേരി കേവ്സിൻ്റെ മുൻവശത്തുള്ള ഒരു ആകാശ ദൃശ്യമാണ്. ആ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു സൈഡിൽ നിന്ന് സ്റ്റെപ്പുണ്ട്, 150-ലധികം സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒരു 15-20 സ്റ്റെപ്പ് ഞാൻ കയറിയുള്ളൂ കേട്ടോ. ഇത്രയും റഷ് പബ്ലിക്കുള്ള ഏരിയ ആണ്. എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ ഉയരങ്ങളിലൊന്നും കയറുന്നൊരു പ്രശ്നമില്ല. കാരണം കുറച്ചാൾ നേവി ജോലി ചെയ്തുകൊണ്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിയാണ്ട് ഇറ്റ്സ് നോ പ്രോബ്ലം. സാധാരണക്കാരെ അടപ്പ് തെറിക്കുന്നതാണ്. ആകാശ ദൃശ്യം കനേറി കേവ്സിൻ്റെ. താഴെ നിന്നുള്ള ദൃശ്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കൊത്തുകല്ലിൽ നിർമ്മിച്ചതാണ് ഇതൊക്കെ. മുകളിൽ നിന്നുള്ള സീൻസാണ് ഗുഹയുടെ. ഇത് വേൾഡ് യുനെസ്കോയുടെ പൈതൃക സ്വത്തിൽ പെടുന്ന ഒരു സ്ഥലം കൂടാണ്. ഇതാ ഗുഹയുടെ അടുത്ത സ്ഥലം. എൻ്റെ കർത്താവമ്പലാണ്, ക്ഷീണിച്ചു. കുക്കു കുക്കു. ഇത് ഗോവയ്ക്കകത്തെയാണ്. ലൈറ്റ് ഫ്ലാഷ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ശില്പങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലീഗലാണ് കയറുന്നത്. അവയുടെ വേറൊരു മുഖവശമാണ് കാണുന്നത്. ഇത് മലമുകളിലെ നീരുറവയാണ്. ഈ മലയുടെ മുകളിലാണ് ഈ നീരുറവ. കണ്ടില്ല, കാണുന്നില്ല, ഗുഹകളാണ്. അങ്ങോട്ടാണ് സർ. ഇപ്പം ഞങ്ങൾ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴോട്ട് വയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കേവ്സിൻ്റെ വേറൊരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ താഴെ ഒരു ചെറിയ ഒരു കാട്ടരുവി പോലെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ കാട്ടരുവിയാണ് ഇത് കാണുന്നത്. ഇതവിടുത്തെ ചെറിയ പാലമാണ് ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് മുകളിലോട്ട് വേറൊരു കേവ്സ് ഉണ്ട്. നല്ല ശുദ്ധജല തടാകമാണിത്. തടാകമല്ല, ഇത് ചെറിയൊരു വെള്ളക്കെട്ടാണ്. ഈ മലയുടെ അവിടെ വന്നിട്ട് വീണ്ടും കുത്തനെ താഴോട്ട് വെള്ളം പോവുകയാണ് ചെയ്യുന്നത്.